وَلَقَدْ أَخَذَ اللَّهُ مِيثَاقَ بَنِي إِسْرَائِيلَ وَبَعَثْنَا مِنْهُمُ 12 نَقِيبًا وَقَالَ اللَّهُ إِنِّي مَعَكُمْ لَئِنْ أَقَمْتُمُ الصَّلَاةَ وَآتَيْتُمُ الزَّكَاةَ وَآمَنْتُمْ برسلي وعزرتموهم وأقرضتم الله قرضا حسنا لأكفرن عنكم سيئاتكم ولأدخلنكم جنات تجري من تحتها الأنهار فمن كفر بعد ذلك منكم فقد ضل سواء السبيل. ഇസ്രായേൽ വംശത്തോട് അല്ലാഹു ദൃഢപ്രതിജ്ഞ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അവരിൽ നാം 12 മുഖ്യന്മാരെ നിയോഗിച്ചു. അല്ലാഹു അവരോട് പറയുകയും ചെയ്തു, ഞാൻ നിങ്ങളോടൊപ്പമുണ്ട്. നിങ്ങൾ നമസ്കാരം നിലനിർത്തുകയും സകാത്ത് നൽകുകയും എന്റെ ദൂതന്മാരിൽ വിശ്വസിക്കുകയും അവരെ സഹായിക്കുകയും ദൈവത്തിന് ഉത്കൃഷ്ടമായ കടം നൽകുകയും ചെയ്യുകയാണെങ്കിൽ ഞാൻ നിങ്ങളുടെ തിന്മകൾ പരിഹരിക്കുന്നതും നിങ്ങളെ താഴ്വാരങ്ങളിലൂടെ അരുവികൾ ഒഴുകുന്ന സ്വർഗവാടികളിൽ പ്രവേശിപ്പിക്കുന്നതുമാകുന്നു. പക്ഷേ അനന്തരം ആരെങ്കിലും സത്യനിഷേധം സ്വീകരിക്കുകയാണെങ്കിൽ അവൻ നേർവഴിയിൽ നിന്ന് വ്യതിചലിച്ചിരിക്കുന്നു. നഖീബിനാണ് മുഖ്യൻ എന്ന് തർജ്ജമ പറഞ്ഞത്. മേൽനോട്ടം വഹിക്കുന്നവൻ, പരിശോധകൻ എന്നൊക്കെയാണ് അതിന്റെ അർത്ഥം. 12 ഗോത്രങ്ങളായിരുന്നു ഇസ്രായേൽ സന്തതികൾ. ഓരോ ഗോത്രത്തിന്റെയും കാര്യങ്ങൾ ശ്രദ്ധിക്കാനും അവരെ ദുർമാർഗത്തിൽ നിന്ന് രക്ഷിക്കാനുമായി അതത് ഗോത്രത്തിൽ നിന്ന് ഓരോ കാര്യദർശിമാരെ നിശ്ചയിക്കാൻ ദൈവം കൽപ്പിച്ചിരുന്നു. അതനുസരിച്ച് മൂസാ നബി അലൈഹിസ്സലാം 12 നഖീബുമാരെ നിയമിച്ചു. ബൈബിൾ സംഖ്യാപുസ്തകത്തിൽ 12 പ്രഭുക്കന്മാരെ സംബന്ധിച്ച് പറയുന്നുണ്ട്. എന്നാൽ ബൈബിളിലെ പ്രഭുക്കന്മാർ വെറും തലവന്മാരും നായകന്മാരുമാണ്. ഖുർആനിലെ നഖീബുമാരാകട്ടെ ഇസ്രായേൽ ഗോത്രങ്ങളുടെ മതപരവും സദാചാരപരവുമായ സ്ഥിതിഗതികൾ വീക്ഷിക്കാനും അതിന് മേൽനോട്ടം വഹിക്കാനും ഉത്തരവാദപ്പെട്ടവരാകുന്നു. അല്ലാഹു നിയോഗിച്ച പ്രവാചകന്മാരുടെ പ്രബോധനം അംഗീകരിച്ച് അതിന് സർവ്വവിധ പിന്തുണയും നൽകി അവരുടെ കൈകളെ ശക്തിപ്പെടുത്തുകയാണ് ദൈവദൂതന്മാരെ സഹായിക്കൽ എന്നതുകൊണ്ടുദ്ദേശിക്കുന്നത്. ദൈവമാർഗത്തിൽ ധനം വ്യയം ചെയ്യുന്നതിനാണ് ദൈവത്തിന് ഉത്കൃഷ്ടമായ കടം നൽകുക എന്ന് പറഞ്ഞിരിക്കുന്നത്. ദൈവമാർഗത്തിൽ ചെലവ് ചെയ്ത ഓരോ ചില്ലിക്കാശും അനേകമിരട്ടി ലാഭത്തോടെ തിരിച്ചു കൊടുക്കാമെന്ന് അല്ലാഹു വാക്കുകൊടുത്തിരിക്കുന്നു. അതുകൊണ്ടാണ് ദൈവമാർഗത്തിൽ ധനം ചെലവഴിക്കുന്നതിന് ഖുർആനിൽ പലയിടത്തും കടം കൊടുക്കുക എന്ന് പ്രയോഗിച്ചിട്ടുള്ളത്. എന്നാൽ അത് നല്ല കടമായിരിക്കേണ്ടതാണ്, അഥവാ ന്യായമായ മാർഗത്തിലൂടെ സമ്പാദിച്ചതും ദൈവനിർദ്ദേശമനുസരിച്ച് സദുദ്ദേശത്തോടും ആത്മാർത്ഥതയോടും ചെലവഴിക്കുന്നതുമായിരിക്കണം. തിന്മകൾ പരിഹരിക്കുന്നതിന് 2 അർത്ഥമാകാവുന്നതാണ്. ഒന്ന്, നേരായ മാർഗത്തിൽ ചരിക്കുകയും ദൈവനിർദ്ദേശത്തിനൊത്ത് ജീവിതം നയിക്കുകയും ചെയ്യുന്നതിന്റെ അനിവാര്യ ഫലമായി മനുഷ്യാത്മാവ് ധാരാളം തിന്മകളിൽ നിന്ന് പരിശുദ്ധമാകും. മാത്രമല്ല, ജീവിതം ഒട്ടനേകം ദോഷങ്ങളിൽ നിന്ന് സുരക്ഷിതമായി തീരുകയും ചെയ്യും. 2, ഈ പരിഷ്കരണ പരിപാടി സ്വീകരിച്ച ശേഷവും ഒരാൾക്ക് എല്ലാ നിലയ്ക്കും പരിപൂർണത പ്രാപിക്കാൻ കഴിയണമെന്നില്ല. ചില ദോഷങ്ങളെല്ലാം അയാളിൽ അവശേഷിച്ചേക്കാം. ആ ദോഷങ്ങൾ അല്ലാഹു തന്റെ ഔദാര്യം കൊണ്ട് പരിഹരിച്ചു കൊടുക്കും. അവയുടെ പേരിൽ അയാളെ ശിക്ഷിക്കുകയില്ല. അയാളുടെ റെക്കോർഡിൽ നിന്ന് ആ തെറ്റുകുറ്റങ്ങൾ മായ്ച്ചു കളയും. മൗലികമായ സന്മാർഗ നിർദ്ദേശവും അടിസ്ഥാനപരമായ സംസ്കരണ പരിപാടിയും അംഗീകരിച്ച ഒരാളുടെ ശാഖാപരവും അപ്രധാനവുമായ വൈകല്യങ്ങളുടെ പേരിൽ ശിക്ഷാ നടപടിയെടുക്കാൻ മാത്രം കഠിനഹൃദയനല്ല അല്ലാഹു. നേർവഴി കൈവന്നിട്ടും അത് കൈവിട്ട് നാശകൂപത്തിൽ പതിച്ചാൽ എന്നാണ് അനന്തരം സത്യനിഷേധം സ്വീകരിച്ചാൽ എന്നതിന്റെ സാരം. സവാ ഉസ്സബീൽ എന്ന ശബ്ദത്തിനാണ് ഇവിടെ നേർവഴി എന്ന് തർജ്ജമ കൊടുത്തത്. എന്നാൽ ആ വാക്കിന്റെ പൂർണ്ണാർത്ഥം നേർവഴി എന്ന വാക്ക് ഉൾക്കൊള്ളുന്നില്ല. അതിന്റെ ശരിയായ പൊരുൾ വ്യക്തമാവണമെങ്കിൽ ആദ്യമായി ഒരു സംഗതി ഗ്രഹിച്ചിരിക്കേണ്ടതുണ്ട്. മനുഷ്യൻ ഒരു ചെറു പ്രപഞ്ചമാണ്. അവനിൽ
നിരവധി കഴിവുകളും യോഗ്യതകളും വികാരങ്ങളും അഭിലാഷങ്ങളും പ്രവണതകളും സ്ഥിതി ചെയ്യുന്നുണ്ട്. അവന് ശാരീരികവും മാനസികവുമായ ധാരാളം ആവശ്യങ്ങളും താൽപര്യങ്ങളുമുണ്ട്. ഈ വൈവിധ്യങ്ങളുടെ സമാഹാരമായ മനുഷ്യവ്യക്തികൾ പരസ്പരം ചേരുമ്പോൾ ഒരു സാമൂഹിക ജീവിതം രൂപം കൊള്ളുന്നു. ഈ സാമൂഹികതയാണെങ്കിൽ അസംഖ്യം പരസ്പര ബന്ധങ്ങളാൽ സങ്കീർണവുമാണ്. മനുഷ്യന്റെ സാംസ്കാരികവും നാഗരികവുമായ വളർച്ചയോടൊപ്പം പ്രസ്തുത ബന്ധങ്ങളുടെ സങ്കീർണതകളും വർദ്ധിച്ചുകൊണ്ടിരിക്കും. കൂടാതെ ലോകത്ത് നാനാഭാഗങ്ങളിലും പരന്നുകിടക്കുന്ന ജീവിത സാമഗ്രികളെ ഉപയോഗപ്പെടുത്തുക, അവയെ മനുഷ്യനാഗരികതയിൽ പ്രയോഗിക്കുക എന്നീ പ്രശ്നങ്ങളും അവൻ അഭിമുഖീകരിക്കുന്നുണ്ട്. ഇതാവട്ടെ വ്യക്തിപരമായും സാമൂഹികമായും അസംഖ്യം പ്രശ്നങ്ങൾ സൃഷ്ടിക്കുകയും ചെയ്യുന്നു. ഈ സങ്കീർണതകൾക്കെല്ലാം ഇടയിൽ നിൽക്കുന്ന ദുർബലനായ മനുഷ്യന് തികച്ചും സന്തുലിതമായ ഒരു ജീവിത വീക്ഷണം സാധ്യമല്ലെന്നതാണ് പരമാർത്ഥം. അതിനാൽ ഒരു ജീവിതമാർഗം കണ്ടുപിടിക്കാൻ അവന് കഴിയുന്നില്ല. മനുഷ്യൻ സ്വയം വഴികാട്ടിയും നിയമനിർമ്മാതാവുമായി ചമഞ്ഞാൽ യാഥാർത്ഥ്യത്തിന്റെ വിവിധ വശങ്ങളിൽ നിന്ന് ഏതെങ്കിലും ഒരു വശത്തിന് അവൻ മുൻതൂക്കം നൽകും. അതുപോലെ ജീവിതത്തിന്റെ വിവിധ ആവശ്യങ്ങളിൽ നിന്ന് ഏതെങ്കിലും ഒരാവശ്യം മാത്രം പൂർത്തീകരിക്കാൻ അവൻ ശ്രമിക്കും. പരിഹരിക്കേണ്ട പല പ്രശ്നങ്ങളിൽ നിന്ന് ഏതെങ്കിലും ഒരു പ്രശ്നമായിരിക്കും തന്റെ മസ്തിഷ്കത്തെ അത്യധികം സ്വാധീനിക്കുക. തന്നിമിത്തം ഇതര വശങ്ങളോടും ആവശ്യങ്ങളോടും പ്രശ്നങ്ങളോടും അറിഞ്ഞോ അറിയാതെയോ അവൻ നീതികേട് പ്രവർത്തിക്കുന്നു. സ്വന്തം അഭിപ്രായം നിർബന്ധപൂർവം നടപ്പിൽ വരുത്തുന്നതിന്റെ ഫലമായി ജീവിതത്തിന്റെ സന്തുലിതാവസ്ഥ താറുമാറാകുന്നു. അത് അസന്തുലിതമായി വക്രഗതിയിൽ ചലിച്ചു തുടങ്ങുന്നു. അവസാനം ആ വക്രഗതി അതിന്റെ പാരമ്യം പ്രാപിച്ച് ദുസ്സഹമായി തീരുന്നു. അപ്പോൾ അനീതിക്ക് പാത്രമായ യാഥാർത്ഥ്യത്തിന്റെ ഇതര വശങ്ങളും ആവശ്യങ്ങളും പ്രശ്നങ്ങളും അവനോട് കലഹിച്ചു തുടങ്ങും. അവയോട് നീതി കാണിക്കണമെന്ന ആവശ്യം അതിശക്തിയായി ഉയർന്നുവരും. എന്നാലും നീതിയുണ്ടാവുന്നില്ല. കാരണം മുമ്പത്തെ നീതികേട് മൂലം കൂടുതൽ അടിച്ചമർത്തപ്പെട്ടിരുന്ന ഏതെങ്കിലും ഒന്ന് തന്റെ മസ്തിഷ്കത്തെ അത്യധികം സ്വാധീനിക്കും. മാത്രമല്ല സ്വന്തമായ പ്രത്യേക താൽപര്യമനുസരിച്ച് അതിനെ ഒരു സവിശേഷ ദിശയിലേക്ക് കൊണ്ടുപോവുകയും ചെയ്യും. തന്നിമിത്തം മറ്റു വശങ്ങളോടും ആവശ്യങ്ങളോടും പ്രശ്നങ്ങളോടും പിന്നെയും നീതികേട് തുടരുന്നതായിരിക്കും. ഇങ്ങനെ നോക്കുമ്പോൾ മനുഷ്യജീവിതത്തിന് ഒരിക്കലും ഒരു നേർവഴി കൈവരുന്നില്ലെന്ന് കാണാം. അതെപ്പോഴും ഇളകി വഴുതിക്കൊണ്ടിരിക്കും. വിനാശത്തിന്റെ ഒരു കരയിൽ നിന്ന് മറുകരയിലേക്ക് തെന്നിത്തെറിച്ചുകൊണ്ടിരിക്കും. മനുഷ്യൻ തനിക്ക് വേണ്ടി പടച്ചുണ്ടാക്കിയ എല്ലാ ജീവിത പദ്ധതികളും വളഞ്ഞ രേഖയിലാണ് ചരിക്കുന്നത്. അവ സദാ തെറ്റായ ബിന്ദുവിൽ നിന്നാരംഭിച്ച് തെറ്റായ ബിന്ദുവിൽ ചെന്നവസാനിക്കുന്നു. ഈ അസംഖ്യം വക്രരേഖകൾക്ക് മധ്യേ ഒരു ഋജുമാർഗം നീങ്ങുന്നുണ്ട്. വളഞ്ഞ പാതകളുടെ ഒത്ത മധ്യത്തിലാണത്. അതിൽ മനുഷ്യന്റെ എല്ലാ കഴിവുകളോടും അഭിലാഷങ്ങളോടും നീതി കാണിക്കപ്പെട്ടിരിക്കുന്നു. അവന്റെ എല്ലാ വികാരങ്ങളും പ്രവണതകളും ഒരുപോലെ പരിഗണിക്കപ്പെട്ടിരിക്കുന്നു. അവന്റെ ശാരീരികവും ആത്മീയവുമായ എല്ലാ താൽപര്യങ്ങളും ആവശ്യങ്ങളും സന്തുലിതമായി പൂർത്തീകരിക്കപ്പെട്ടിരിക്കുന്നു. അവന്റെ എല്ലാ ജീവിത പ്രശ്നങ്ങളോടും പൂർണ്ണമായ നീതി പാലിക്കപ്പെടുകയും ചെയ്തിരിക്കുന്നു. അതിന് തീരെ വളവില്ല, വക്രതയില്ല. ജീവിതത്തിന്റെ ഏതെങ്കിലും ഒരു വശത്തിന് അമിതമായ പരിഗണനയോ അവഗണനയോ നൽകപ്പെട്ടിട്ടില്ല. ഒരു വശത്തോടും അനീതിയും അക്രമവും കാണിച്ചിട്ടുമില്ല. ഈ മാർഗം മാത്രമാണ് മനുഷ്യജീവിതത്തിന്റെ ശരിയായ പുരോഗതിക്കും യഥാർത്ഥ വിജയത്തിനും ആവശ്യമായിട്ടുള്ളത്. അതിനെയാണ് മനുഷ്യപ്രകൃതി ആവശ്യപ്പെടുന്നതും. അവൻ വിവിധ വക്രമാർഗങ്ങളോട് തുടർച്ചയായി ധിക്കാരം കാണിക്കുന്നതിന്റെ അർത്ഥം തന്നെ ഈ ഋജുവായ രാജപാതയെ തന്റെ പ്രകൃതി അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നുവെന്നാണ്. പക്ഷേ സ്വന്തം നിലയ്ക്ക് അത് കണ്ടുപിടിക്കാൻ മനുഷ്യന് സാധ്യമല്ല. അതിന് ദൈവത്തിന്റെ മാർഗനിർദ്ദേശം അനിവാര്യമാണ്. പ്രസ്തുത ഋജുമാർഗത്തെ ചൂണ്ടിക്കാണിച്ചു കൊടുക്കാനാണ് ദൈവം പ്രവാചകന്മാരെ നിയോഗിച്ചിട്ടുള്ളത്. ഈ മാർഗത്തിനത്രേ വിശുദ്ധ ഖുർആൻ സവാ ഉസ്സബീൽ എന്നും സിറാത്തുൽ മുസ്തഖീം എന്നും പറയുന്നത്. അതിലൂടെ സഞ്ചരിച്ചാൽ ഇവിടെ സന്മാർഗിയും അവിടെ വിജയിയുമായി തീരും. ആ മാർഗം നഷ്ടപ്പെട്ടവൻ ഇവിടെ ദുർമാർഗിയും അവിടെ പരാജിതനുമായിരിക്കും. അവൻ നരകത്തിൽ പോവുകയും ചെയ്യും. കാരണം ജീവിതത്തിന്റെ എല്ലാ വക്രമാർഗങ്ങളും നരകത്തിലേക്കുള്ളതാണ്. മനുഷ്യജീവിതം തുടരെ തുടരെ ഒരറ്റത്തുനിന്ന് മറ്റൊരറ്റത്തേക്ക് പിടിച്ചു തള്ളപ്പെടുന്നത് കണ്ടിട്ട് ഇന്നത്തെ തത്വചിന്തകന്മാരിൽ ചിലർ തെറ്റായ ഒരു നിഗമനത്തിലെത്തിച്ചേർന്നിരിക്കുന്നു. വൈരുദ്ധ്യ പ്രക്രിയയാണ് ജീവിതത്തിന്റെ സ്വാഭാവികമായ പുരോഗമനമെന്നാണ് അവർ അവകാശപ്പെടുന്നത്. ആദ്യം തീവ്രതരമായ ഒരു വാദം മനുഷ്യനെ ഒരറ്റത്തേക്ക് ആനയിക്കുന്നു. പിന്നെ
അതിന്റെ പ്രതിപ്രവർത്തനമെന്ന നിലയിൽ അത്ര തന്നെ തീവ്രതരമായ മറ്റൊരു വാദം അവനെ മറ്റേ അറ്റത്തേക്ക് കൊണ്ടുപോകുന്നു. അവസാനം രണ്ടിന്റെയും സമാഗമം കൊണ്ട് ജീവിത പുരോഗതിയുടെ മാർഗം തെളിയുന്നു. ഇങ്ങനെയാണ് ആ തത്വചിന്തകന്മാർ മനസ്സിലാക്കുന്നത്. ഇത് പുരോഗതിയുടെ മാർഗമേയല്ല, ദൗർഭാഗ്യത്തിന്റെ തിരിച്ചടികൾ മാത്രമാണ്. അത് മനുഷ്യ പുരോഗതിയുടെ ശരിയായ മാർഗത്തിൽ പ്രതിബന്ധമായി നിൽക്കുന്നു. ഏതൊരു തീവ്രവാദവും ജീവിതത്തെ അതിന്റെ ആത്യന്തിക വശത്തേക്ക് വലിച്ചുകൊണ്ടുപോകുന്നു. തന്മൂലം ജീവിതം മിതത്വത്തിന്റേതായ മധ്യമാർഗത്തിൽ നിന്ന് അകന്നകന്നുകൊണ്ടിരിക്കും. അതുമൂലം ഒട്ടനേകം ജീവിത യാഥാർത്ഥ്യങ്ങളോട് നീതികേട് കാണിക്കപ്പെടും. അനീതിക്ക് കാരണമായ യാഥാർത്ഥ്യങ്ങൾ അമിതവാദത്തിനെതിരെ പ്രക്ഷോഭം കൂട്ടുകയും അവസാനം ഒരു പ്രതിപ്രവർത്തന രൂപം സ്വീകരിക്കുകയും ചെയ്യും. അതോടെ ജീവിതം മറ്റൊരു ആത്യന്തികതയിലേക്ക് പിടിച്ചു വലിക്കപ്പെടുകയായി. അങ്ങനെ ജീവിതം ഏതാണ്ട് മധ്യമാർഗത്തോടടുത്തു വരുന്നു. പരസ്പരം സംഘട്ടനത്തിലേർപ്പെട്ടിരുന്ന ജീവിത യാഥാർത്ഥ്യങ്ങൾ ഒരു സന്ധിയിലെത്താൻ ശ്രമിക്കുന്നു. അവയുടെ സംയോജനത്താൽ മനുഷ്യജീവിതത്തിൽ പ്രയോജനകരമായ പല നന്മകളും കൈവരുന്നു. പക്ഷേ അവിടെ മധ്യമാർഗത്തിന്റെ അടയാളങ്ങൾ കാണാനുള്ള വെളിച്ചവും അതിലുറച്ചു നിൽക്കാനുള്ള വിശ്വാസവുമില്ലാത്തതുകൊണ്ട് മനുഷ്യൻ മധ്യമാർഗത്തിൽ നിന്ന് പിന്നെയും വഴുതിപ്പോവുകയായി. അങ്ങനെ ജീവിതം പിന്നെയും മറ്റൊരു ആത്യന്തിക വശത്തേക്ക് വലിച്ചിഴക്കപ്പെടുന്നു. ഒട്ടേറെ യാഥാർത്ഥ്യങ്ങൾ അനീതിക്ക് പാത്രമാവുകയും ചെയ്യുന്നു. അതോടെ മറ്റൊരു പ്രക്ഷോഭം ആവിർഭവിക്കുന്നു. അല്പജ്ഞരായ ആ തത്വചിന്തകന്മാർക്ക് വിശുദ്ധ ഖുർആന്റെ വെളിച്ചം ലഭിക്കുകയും സവാ ഉസ്സബീൽ കണ്ടെത്തുകയും ചെയ്തിരുന്നുവെങ്കിൽ വക്രരേഖയിൽ അങ്ങുമിങ്ങും രണ്ടറ്റങ്ങളിലേക്ക് പിടിച്ചു വലിക്കുകയെന്നതല്ല, ആ മധ്യമാർഗത്തിലൂടെ സഞ്ചരിക്കുകയാണ് മനുഷ്യജീവിതത്തിന്റെ പുരോഗമനമെന്ന് ബോധ്യപ്പെടുമായിരുന്നു. وَلَقَدْ أَخَذَ اللَّهُ مِيثَاقَ بَنِي